അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസ് കെട്ടിടത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. 1957 ഷെയ്ഖുന ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി വന്ന പ്രഥമ യോഗത്തിലാണ് സമസ്തയ്ക്ക് സ്വന്തമായ ഒരു ഓഫീസ് ആദ്യം വരുന്നത്. കോഴിക്കോട് അൻസ്വാറുൽ മുസ്ലിമീൻ സംഘം ഓഫീസിന്റെ തൊട്ടടുത്ത വിശാലമായ മുറി വാടകയ്ക്കെടുക്കുകയും അതിനുവേണ്ടി അന്നത്തെ മുഷാവർ അംഗങ്ങളിൽ നിന്ന് 10 രൂപ വീതം പിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. 1958 ഡിസംബറിൽ ഷെയ്ഖുന അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ വെച്ച് നടന്ന സമസ്ത മുഷാവറ യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സമസ്തക്കും വിദ്യാഭ്യാസ ബോർഡിനും സ്വന്തമായി ഒരു ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 1969 ജൂണിൽ നടന്ന മുഷാവറ യോഗത്തിൽ വെച്ച് കോഴിക്കോട് മുദാക്കര പള്ളിക്ക് സമീപത്തുള്ള സ്ഥലം വിലക്ക് വാങ്ങാൻ വേണ്ടി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ ഏൽപ്പിക്കുകയും അങ്ങനെ 12,000 രൂപക്ക് ആ സ്ഥലം വിലക്ക് വാങ്ങുകയും ചെയ്തു. പിന്നീട് ഷെയ്ഖുന വാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മുദാക്കര പള്ളിയുടെ സമീപത്തുള്ള സ്ഥലം വിൽക്കുകയും ഫ്രാൻസിസ് റോഡിലുള്ള ചക്കാൽ തോപ്പ് എന്ന ഈ സ്ഥലം വിലക്ക് വാങ്ങി ഇവിടെ പ്രസ്സും മറ്റു ഓഫീസുകൾ സ്ഥാപിച്ച് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആസ്ഥാനമാക്കി മാറ്റുകയാണ് ചെയ്തത്. നിലവിൽ സമസ്ത ബുക്ക് ഡിപ്പോയും സുപ്രഭാതം ബ്യൂറോയും സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ആസ്ഥാനവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു.